വ്ളോഗ് ആയിട്ടുള്ള ചെറിയ ഡേ ഇൻ ലൈഫ് പോലെ. എന്റെ ഹസ്ബൻഡിന് ഓഫാണ്. ഞങ്ങൾ ഒരു ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എങ്ങനെയാണ് വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ എണീക്കാനായിട്ട് 10 മണി 11 മണി തന്നെയാവും. എല്ലാ വീക്കെൻഡ്സിലായാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. സാധാ പോലെ തന്നെ 10 മണി 10:30 എണീറ്റപ്പോൾ. അപ്പോൾ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ആദ്യം നോക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പണിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ലെങ്കിൽ കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ ലഞ്ചിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. പിന്നെ മോള് അങ്ങനെ കാര്യമായിട്ട് ഒന്നും കഴിക്കില്ല. കോൺഫ്ലെക്സ് ആയാലും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല ആൾക്ക്. ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ എൻ്റെ കാലിലെടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും ആളുണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മോളെ കളിപ്പിച്ചിരുന്നതിന് ശേഷം അവളെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ വലിയൊരു പണി കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അവളെ കുളി നടക്കില്ല. അപ്പം ഞാൻ എപ്പോഴും ആ പണി കഴിച്ചിരിക്കും. ഇനി അവളെ ഉറക്കണം. അവളെ ഉറങ്ങിയതിന് ശേഷം വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട്. പുറത്ത് കയറ്റം കാണാൻ പോ അങ്ങനെ അവളായിട്ടൊരു യുദ്ധം കഴിഞ്ഞ് അവൾ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കിലേക്കുള്ള പണി, അതായത് ഉച്ച എന്നല്ല പറയാം, ഇപ്പൊ സമയം ഇവിടെ 3 മണി ഒക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ചിന്റെ പണി നോക്കുന്നത്. ലഞ്ച് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുഴിമന്തി ഉണ്ടാക്കാനാണ്. ഞാൻ തന്നെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി എന്താ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ കൂടിയിട്ട് അതിൻ്റെ പണിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഉച്ച മീൻസ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും, വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും നമ്മളുടെ ലഞ്ച് റെഡി ആവുള്ളൂ. ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും സ്ലോ ആണ്, കുക്കിങ്ങിൽ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് കൂടി വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാ. പണി വേഗം തീർക്കാന്ന് വെച്ചിട്ട് തുടങ്ങിയപ്പോഴും ആള് പൂച്ചോർക്കം കഴിഞ്ഞ് വേഗം എണീറ്റ് വന്നു. അങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ കൊണ്ടിരുത്തി. അപ്പം അങ്ങനെ എടുത്തിരുന്ന് ഞങ്ങൾ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആള് മൂഡ് ശരിയില്ല, കുറച്ച് മൂഡ് ഓഫ് ആണ്. കാരണം ഉറക്കം ശരിയാവണല്ലോ എണീറ്റത്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആദ്യം. അപ്പോൾ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് പണികൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചിക്കൻ മാരിനേറ്റായി ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചിക്കൻ മാരിനേഷൻ ചെയ്യുന്നത്. ഹസ്ബൻഡ് ഇതൊക്കെ കട്ട് വെച്ചിട്ട് ആള് പോയി. ആള് പിന്നെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കും, വീണ്ടും മൊബൈൽ നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ ടിവിയുടെ മുന്നിലേക്ക് അങ്ങനെ പോയിരിക്കും. പിന്നെ മോളെ എണീറ്റില്ല, അപ്പോൾ മോളെയും കൂടി നോക്കിയിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ പതുക്കനെ പണികൾ ഇങ്ങനെ തീർത്തോണ്ടിരിക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാളിലേക്ക് പോയി നോക്കിയ കാഴ്ചയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഹസ്ബൻഡ് ടിവിയും കണ്ട് മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. താഴെ ഇവിടെ ഒരാള് കെച്ചപ്പ് എടുത്ത് ആകെ മേത്തും കാലുമലും കൈമലും ഫ്ലോറിലൊക്കെ ഇട്ട് ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പോയപ്പോഴാണ് അവിടെ ഒരാൾ കാണുന്നത്, മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവളെ വീണ്ടും പോയി എടുത്ത് രണ്ടാമതൊരു കുളി, ദിവസത്തിൽ 2-3 പ്രാവശ്യം കുളിക്കണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് 2-3 പ്രാവശ്യം കുളിക്കും. അപ്പം അങ്ങനെ അവളെ എടുത്ത് വീണ്ടും ഒന്ന് കുളിപ്പിച്ചു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. നമ്മളപ്പോൾ ബിരിയാണിക്കുള്ള അരി അടുപ്പത്തിടുന്ന അങ്ങനെ പതുക്കെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞ വീക്കെൻഡ് ആയിക്കാൻ ഞാൻ കിച്ചണിൽ കയറാനേ ഇഷ്ടമല്ല. പിന്നെ കാലത്ത് കാര്യമായിട്ടൊന്നും കഴിക്കാത്ത നല്ല പോലെ വിശന്നു. അങ്ങനെ കുഴിമന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. സമയം ഇവിടെ 4:45 മണി ആവാറായി. അപ്പോൾ ലഞ്ച് കഴിക്കുന്നത്. മോളതിൻ്റെ ഇടയിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു. പിന്നെ ഇടയ്ക്ക് എണീറ്റ് ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ചു. അത് കാരണം തന്നെ റൈസ് അധികം കഴിക്കുന്നില്ല, ഫുഡ് അധികം കഴിക്കുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് നല്ലോണം കഴിച്ചു, നല്ലോണം വിശന്നിട്ടുണ്ടായല്ലോ, അപ്പോൾ നല്ലോണം കഴിച്ചു. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് പോകാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പുറത്തേക്കൊന്ന് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ഇപ്പൊ കുറച്ച് നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കുറച്ച് പേര് ലുലുലൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോൾക്കും ഒന്ന് എന്റർടൈൻമെന്റ് അല്ലേ, കുറെ നാളായിട്ട് പോവാതെ ഇരിക്കല്ലേ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാൻ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്തൊരു കോർണിഷ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചതാ. ജസ്റ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. ഇപ്പോൾ ലുലുക്കായാലും കോർണിഷ്ക്കായാലും ജസ്റ്റ് 5 to 10 minutes വാക്കുള്ളൂ നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. നല്ല ട്രാഫിക്കുള്ള സമയമാണ്. 6:15 6:30 ആയിട്ടുണ്ട്. ഷാർജയിലായതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും ഈ സമയത്ത്.
ഞങ്ങൾ നിൽക്കുന്നത് ഷാർജയിലെ കസീമ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള നല്ലൊരു കോർണിഷാണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ വണ്ടികളൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക. ഭയങ്കര ഇഷ്ടം കാഴ്ചകളൊക്കെ കാണാൻ. ഇങ്ങനെ ഭയങ്കര ഒബ്സർവേഷനാണ്. ആൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കും. മൂഡ് നല്ലതാണെങ്കിൽ കേട്ടോ. ഇപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ആളായാലും കുഴപ്പമില്ല, മാസ്ക് ഒക്കെ പുറത്തിറങ്ങുമ്പോൾ വെക്കും. അങ്ങനെ എപ്പോഴും ഊരി കളിക്കൊന്നുമില്ല. അവൾക്കറിയാം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വേണം എന്നൊക്കെ അവൾക്കറിയാം. ഇപ്പം സിഗ്നൽ ഓപ്പണായി ഞങ്ങൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവാം. ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. ഇവിടെ പിന്നെ ട്രാഫിക് റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ക്ഷമയോട് കൂടി നല്ലോണം വെയിറ്റ് ചെയ്ത് നിൽക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ടൈമൊക്കെ നമ്മൾ നിന്ന് വെയിറ്റ് ചെയ്ത ശേഷം റോഡ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാവരും. അങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പം നമ്മൾ കോർണിഷ് എത്താറായിട്ടുണ്ട്. നേരെ കാണുന്ന ഒരു പള്ളിയാണ്. ഇത് നല്ലൊരു പള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ കോർണിഷ് എത്തി. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അതായത് ആ ബിൽഡിങ്ങിലെ ലൈറ്റുകളൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അൽനൂർ ഐലൻഡ് എന്നാ പറയാം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് ആ സമയത്ത് അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടെ കുറച്ചും കൂടി ക്രൗഡഡ് ആവാൻ ചാൻസ് ഉണ്ട്. മോളെയും കൊണ്ട് അപ്പോൾ പോണ സേഫ് അല്ല വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പോവാഞ്ഞതാ. അപ്പോൾ വേറെ ദിവസം ഞങ്ങൾ എന്തായാലും പോവും. അപ്പോൾ പറ്റിയില്ല വ്ളോഗ് പോലെ ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ നൈറ്റ് വന്നിരിക്കുന്ന നല്ല രസമാണ്. ഇപ്പോൾ ചൂട് സമയത്ത് ആരും ഇങ്ങനെ ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ മാറി ഒന്ന് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ദുബായിലെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. വീക്കെൻഡ് ഓഫ് ഡേ ആയതുകൊണ്ടും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിപ്പം ആൾക്കാരൊന്നും ഇല്ലാത്ത ഭാഗത്ത് കൂടെ ശ്രദ്ധിച്ചൊക്കെയാണ് നടന്നിരുന്നത്. പിന്നെ അവിടെ പോയപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്, സൈക്കിൾ ഓട്ടുന്നുണ്ട്. മോള് അവരുടെ കളികളൊക്കെ കണ്ട് കുറെ നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അങ്ങനെ വലിയ വാശൊന്നും ഉണ്ടായില്ല. അതുപോലെ ആള് മാസ്ക് മുഖത്തൊന്നും ഊരിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെച്ചിരുന്നു. അത് ഇതുവരെ ആള് ഊരാതെ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്കതിൽ ഇറിറ്റേഷൻ ആയിരിക്കും മാസ്ക് ഇങ്ങനെ വെച്ച് ഇരിക്കുമ്പോൾ. ആള് പക്ഷെ കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളായാലും മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഫൈൻ അടിക്കും. മാസ്ക് ഒന്നും ഇല്ലെങ്കിൽ നല്ല ഫൈനായിരിക്കും ഇവിടെ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും മാസ്ക് മസ്റ്റാണ്. അത് മാത്രമല്ല നമ്മളെപ്പോഴും സാനിറ്റൈസർ നമ്മളുടെ കയ്യിലുണ്ടാവും. മാസ്കും സാനിറ്റൈസറും നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് മൂവ് ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പതുക്കനെ ഒരു ഫോട്ടോ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് ആ പള്ളിയുടെ ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് കൂടെ ഇങ്ങനെ പതുക്കനെ നടക്കണേ. ആൾക്കാർ വരുമ്പോൾ നമ്മൾ നിന്ന് പതുക്കെ സ്ലോ ആവും. ആ റൈറ്റ് സൈഡിൽ കാണുന്ന കൗണ്ടറാണ് നമ്മൾ ഐലൻഡിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഞാനവിടെ പോയി റേറ്റ് ചോദിച്ചപ്പോൾ പെർ പേഴ്സണ് 35 dirhams ആണ് പറഞ്ഞത് അവർ. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ 2 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീയും, അതുപോലെ തന്നെ 2 വയസ്സിന് മുകളിൽ കുറച്ച് ചെറിയ പിള്ളേർക്ക് 20 dirhams ആണ് അവർ പറയുന്നത്. അപ്പോൾ രാത്രി തന്നെ അങ്ങോട്ട് പോയില്ല, പിന്നെ ലേറ്റ് ആവില്ലേ. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് പോയില്ല. വേറെ ദിവസം എന്തായാലും ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ചെറിയൊരു ഷോപ്പിംഗ്. മോൾക്ക് 1-2 ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അത് കാരണം ഒന്ന് ലുലുവിൽ പോകണം. ലുലും ഈ കോർണിഷിന് തൊട്ടടുത്തിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് രണ്ടും. ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് വാക്കുള്ള ഇവിടേക്കൊക്കെ. ഞങ്ങൾ കയറുമ്പോൾ ഇച്ചിരി തിരക്ക് പോലെ തോന്നി. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെയും തിരക്ക്. അപ്പം ഞങ്ങൾ നേരെ മുകളിലേക്ക് വന്നു. ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ മുകളിലാണല്ലോ. അപ്പം ഞങ്ങൾ നേരെ മുകളിലേക്ക് വന്നു. അങ്ങനെ മുകളിലെത്തി. അങ്ങനെ ഇവൾക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛനും മോളവിടെ റാബിറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൾക്ക് പറ്റിയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വാശി താഴ്ത്ത് ഇറങ്ങണം എന്ന്. അങ്ങനെ താഴ്ത്തൊന്നും ഇറക്കിയതാ. കുറേ നേരമല്ലേ ഈ സ്റ്റോളെല്ലാം തന്നെ ഇരിക്കുന്നത്, തീരെ താഴ്ത്തിക്കൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ വാശി വന്നപ്പോൾ ഒന്നും ജസ്റ്റ് താഴ്ത്തിക്ക് ഇറക്കിയതാണ്. ഞങ്ങൾ പുറത്തങ്ങനെ പോകുമ്പോൾ താഴ്ത്ത് ഇറക്കാറില്ല അവളധികം. അപ്പോൾ ഒന്ന് ഇറക്കിയത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്, ഓടി കളിക്കുന്നുണ്ട്. ആ ഫ്രീഡം കിട്ടിയ പോലെ അവള് ലോൺ ഇങ്ങനെ ഓടിയെടുക്കാം. നമ്മൾ കാണുന്നില്ല, തീരെ ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ടാണ് താഴ്ത്തിക്ക് ഇറക്കിയത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും എടുത്ത് നടക്കുള്ളായിരുന്നു. അപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അവളെ താഴ്ത്തി ഇറക്കി കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചു. ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അത് മാത്രമല്ല അവളങ്ങനെ സൈഡിൽ നിന്ന് അധികം ടച്ച് ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ നടന്നുകൊണ്ട് ഡ്രസ്സുകളും ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കണേ. ബാക്കിക്കൊന്നും നോക്കൊന്നും കൂടിയില്ല. നമ്മളുണ്ടോ ബാക്കിൽ, അങ്ങനെ ശ്രദ്ധയൊന്നുമില്ല.
പിന്നെ ഞങ്ങൾ ജസ്റ്റ് പാർട്ടി വെയറിൻ്റെ അവിടെ ഒന്ന് നോക്കാന്ന് വെച്ചതാ. അവിടെ പോയി അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ കുറേ ഡ്രസ്സെല്ലാം മാറി മാറി നോക്കിയിട്ടാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. ഹസ്ബൻഡിക്കാണെങ്കിൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ കുറേ തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എല്ലാം 2-3 ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ നമുക്കങ്ങനെ ഗ്ലാസ് ഉള്ളപ്പോൾ ഒന്ന് വെച്ച് നോക്കിയതാ. അത് വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ ഊരി വെച്ചു. ഫൈനലി ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനത് എൻ്റെ റേറ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ല, അഫോർഡബിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനത് ഹസ്ബൻഡിനോട് ചോദിച്ചു എടുക്കട്ടെ എന്ന്. ആൾ ഓക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം എടുത്ത് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി. ഇത് താഴത്തെ റിസപ്ഷൻ ഏരിയയാണ് കാണുന്നത്. അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത ദിവസം. കുറേ നാളെ ശേഷം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് റൂമിലെത്തി. പിന്നെ ഷൂട്ടിങ്ങിനൊന്നും സമയം കിട്ടിയില്ല. വേഗം പോയി കുളിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണമല്ലായിരുന്നു, കുറേ നാളെ ശേഷം പുറത്തിറങ്ങിയതല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.